ഹായ് ഫ്രണ്ട്സ്, പിന്നാക്കൾ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെക്റ്റർ എന്ന് പറയുന്ന ടോപ്പിക്ക്. അതായത് വെക്റ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്കില്ല, പക്ഷേ വെക്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അവിടെ നിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമാണ് നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്നും 2 മാർക്കിൻ്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വെക്റ്റർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും 2 മാർക്കിന് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം വെക്റ്ററിനകത്ത് ബേസിക് ഐഡിയ. ഇപ്പോൾ ഒരു വെക്റ്ററിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു എക്സ് കമ്പോണൻറ്റും ഉണ്ടായിരിക്കും, ഒരു വൈ കമ്പോണൻറ്റും, ഒരു ഇസഡ് കമ്പോണൻറ്റും. ചില വെക്റ്ററിനകത്ത് ഇപ്പം വെക്റ്റർ നിൽക്കുന്നത് ഒരു പ്ലെയിനകത്താണെങ്കിൽ അവിടെ 2 കമ്പോണൻറ്റേ കാണത്തുള്ളൂ. ഇനി വെക്റ്റർ നിൽക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനകത്താണെങ്കിലോ അവിടെ ഒരു കമ്പോണൻറ്റ് മാത്രമേ കാണത്തുള്ളൂ. ഇനി സ്പേസിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ 3 കമ്പോണൻറ്റ് കാണും. അപ്പോൾ നമുക്ക് ജനറലായിട്ടൊരു വെക്റ്ററിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ എന്ന് എന്ത് ചെയ്യുക? റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് നമുക്കറിയാം ഒരു വെക്റ്റർ എന്ന് പറയുന്ന നേരത്ത് അതിനെന്തുണ്ട്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഡയറക്ഷനും ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വെക്റ്റർ, സപ്പോസ് ഇതൊരു വെക്റ്ററാണെന്നിരിക്കട്ടെ, ഇതൊരു വെക്റ്ററാണ്. ഈ വെക്റ്റർ ഇതാണ് വെക്റ്റർ എ എങ്കിൽ ഈ വെക്റ്ററിൻ്റെ നീളം, ഈ നീളമാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാഗ്നിറ്റ്യൂഡ്, ഈ നീളം എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു വെക്റ്ററിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് മോഡുലസ് ഓഫ് വെക്റ്റർ എ. എന്താണ്? മോഡുലസ് ഓഫ് വെക്റ്റർ എ ആണ് മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. അങ്ങനെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് റൂട്ട് ഓഫ് എന്താണ്? ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് വൈ കമ്പോണൻറ്റ് സ്ക്വയർ പ്ലസ് ഇസഡ് കമ്പോണൻറ്റ് സ്ക്വയർ എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് റൂട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് മോഡുലസ് ഓഫ് എ കിട്ടും. ഒരു വെക്റ്റർ മോഡുലസ് കണ്ടുപിടിക്കുക. ഇനി അടുത്തയാണ് യൂണിറ്റ് വെക്റ്റർ, അതായത് വെക്റ്റർ എയുടെ യൂണിറ്റ് വെക്റ്റർ. ജസ്റ്റ് യൂണിറ്റ് വെക്റ്റർ എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇപ്പോൾ ഇതാണ് നമ്മുടെ വെക്റ്റർ എ എങ്കിൽ ഈ വെക്റ്റർ എയുടെ അതേ ഡയറക്ഷനിലോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ വെക്റ്റർ എ എങ്കിൽ ഈ വെക്റ്റർ എയുടെ അതേ ഡയറക്ഷനിലോട്ട് പോകുന്ന, പക്ഷേ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം? ഒരു യൂണിറ്റ് ആയിരിക്കണം. മാഗ്നിറ്റ്യൂഡ് ഒരു യൂണിറ്റ് ആയിട്ടുള്ള ഒരു വെക്റ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിറ്റ് വെക്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനകത്തിപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഒരു യൂണിറ്റ് ആണെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഒരു യൂണിറ്റ് ആണെന്നിരിക്കട്ടെ എങ്കിൽ ഈ വെക്റ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിറ്റ് വെക്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കുന്നത്? ഒന്നുമില്ല, നമ്മളുടെ വെക്റ്റർ, ഈ വെക്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ വെക്റ്ററിൻ്റെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഒരു വെക്റ്ററിൻ്റെ യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കുന്നത്? ആ വെക്റ്ററിനെ അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? യൂണിറ്റ് വെക്റ്റർ കിട്ടും. ഇനി നമുക്കറിയാവുന്നതാണ് ഇപ്പം വെക്റ്റർ എയും അതുപോലെ തന്നെ വെക്റ്റർ ബിയും. ഈ വെക്റ്റർ എയും വെക്റ്റർ ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. ഓക്കെ, എങ്കിൽ ഈ വരച്ചിരിക്കുന്നുണ്ടോ? ഈ വരച്ചിരിക്കുന്ന R1 എന്ന് പറയുന്നത് വെക്റ്റർ എയുടെയും വെക്റ്റർ ബിയുടെയും റിസൾട്ടൻ്റ് ആണ്, അല്ലേ? ഓക്കെ, നമുക്കറിയാം ഈ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുന്നത് വെക്റ്റർ R1 എന്ന് പറയുന്നത് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ എന്താണ്? ബി ആണ്. വെക്റ്റർ എയുടെയും വെക്റ്റർ ബിയുടെയും റിസൾട്ട് ആണെന്ന് പറയുന്നത് R1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ R1ൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പാരലോഗ്രാം വെക്റ്റർ അഡീഷൻ വെച്ചിട്ട് റൂട്ട് ഓഫ് എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്താണ്? കോസ് തീറ്റ എന്ന് നമുക്കറിയാം. തീറ്റ എന്ന് പറയുന്നത് എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിളാണ്. ഇനി R2 എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബി. ഇപ്പോൾ വെക്റ്റർ എ ഇത് തന്നെയാണ്, അല്ലേ? വെക്റ്റർ ബി കണ്ടോ? ഈ വെക്റ്റർ ബി ഇങ്ങോട്ടേക്കല്ലേ പോകുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് മൈനസ് ബി എന്ന് വിളിച്ചുകൂടെ? കാരണം ഇങ്ങോട്ട് പോകുന്ന പ്ലസ് ബി ആണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് വരുന്നതായിരിക്കും മൈനസ് ബി ആയിരിക്കും, അല്ലേ? അപ്പോൾ ഇത് മൈനസ് ബി നമുക്ക് എന്ത് ചെയ്യാം? വിളിക്കാം. അപ്പോൾ എയുടെയും ബിയുടെയും ഇവിടെയും നമുക്ക് പാരലോഗ്രാം ലോ ഓഫ് എന്താണ്? വെക്റ്റർ അഡീഷൻ ഉപയോഗിക്കാൻ നേരത്ത് റിസൾട്ടിൻ്റെ ഏകദേശം ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ഈ R2 എന്ന് പറയുന്നത് വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബി ആണ്. വെക്റ്റർ എയുടെയും വെക്റ്റർ മൈനസ് ബിയുടെയും റിസൾട്ടൻ്റ് ആണെന്ന് പറയുന്നത് R2 എന്ന് പറയുന്നത്. എങ്കിൽ R2വിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്താണ്? കോസ് തീറ്റയാണ്. ഈ ഇക്വേഷൻ ഡെറിവേഷനൊക്കെ വളരെ സിമ്പിളാണ്. കാരണം ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. 180 മൈനസ് എന്താണ്? തീറ്റ ആയിരിക്കും. എങ്കിൽ നമുക്ക് റിസൾട്ട് ഇക്വേഷൻ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് 180 മൈനസ് തീറ്റ കിട്ടും. നമുക്ക് എല്ലാവർക്കും അറിയാം കോസ് 180 മൈനസ് തീറ്റ മൈനസ് എന്താണ്? കോസ് തീറ്റയാണ്. അങ്ങനെയാണ് നമുക്ക് ഏത് ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്? ഈ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് മോഡുലസ് ഓഫ് വെക്റ്റർ എ പ്ലസ് ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്റ്റർ എ മൈനസ് ബി. അതായത് വെക്റ്റർ എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡും വെക്റ്റർ എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണെങ്കിൽ എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. നമുക്കറിയാമല്ലോ മോഡുലസ് ഓഫ് വെക്റ്റർ എ പ്ലസ് ബി എന്ന് വെച്ചാൽ എന്താണ്? മോഡുലസ് ഓഫ് വെക്റ്റർ എ പ്ലസ് ബി എന്ന് പറയുന്നത്
നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തതാണ് നമ്മുടെ R1 അല്ലേ. അപ്പോൾ അതായത് റൂട്ട് ഓഫ് എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്താണ് കോസ് തീറ്റ ആണെന്ന് നമുക്കറിയാം. ഈക്വൽ ടു എന്താണ് മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത്, അത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. എന്താണ് റൂട്ട് ഓഫ് എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എന്താണ് 2ab എന്താണ് കോസ് തീറ്റയാണ്. ഇനി രണ്ടിടത്തും സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യാൻ നേരത്ത് നമുക്ക് എന്ത് കിട്ടും, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്താണ് കോസ് തീറ്റ ഈക്വൽ ടു, ഇവിടെ നമുക്ക് എന്ത് എഴുതാം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എന്താണ് 2ab എന്തെന്ന് എഴുതാം, കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എ സ്ക്വയറും ബി സ്ക്വയറും വെട്ടിക്കളയാം. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ എന്ത് കിട്ടും, മൈനസ് 2ab കോസ് തീറ്റ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ പ്ലസ് 2ab കോസ് തീറ്റ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, 4ab കോസ് തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ നിന്ന് കോസ് തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. 4ab ഇങ്ങോട്ട് പോകുമ്പം 0 എന്തും ചെയ്താലും 0 കിട്ടുന്നത്. അപ്പോൾ 0 കിട്ടും. ഇനി കോസ് തീറ്റ 0 ആണെങ്കിൽ തീറ്റ നമുക്കറിയാം എത്ര ഡിഗ്രി ആയിരിക്കും, തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും 90 ആയിരിക്കും അല്ലേ. കോസ് എന്തായിരിക്കും 90 ആയിരിക്കും. അതായത് വെക്റ്റർ എയ്ക്കും വെക്റ്റർ ബിക്കും ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രി ആയിരിക്കും. എങ്കിൽ മാത്രമേ ഇതെന്താകത്തുള്ളൂ, ഈക്വൽ ആകത്തുള്ളൂ. നോക്കിയേ, പാരലലിലോ വെക്റ്റർ അഡീഷൻ വെച്ചിട്ട് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഇതിനിടയ്ക്കുള്ള ആംഗിൾ എത്ര ആയിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ റെക്റ്റാങ്കിൾ കിട്ടും, ഇവിടെ എന്ത് കിട്ടും, റെക്റ്റാങ്കിൾ കിട്ടും. ഈ രണ്ട് റെക്റ്റാങ്കിളിൻ്റെയും ഡയഗണൽ എന്താണ്, ഈക്വലാണ്. അപ്പോൾ ഈക്വലായി. പിന്നെ അങ്ങനെ ലോജിക്കൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത് രണ്ട് വെക്ടറുണ്ട്, F1ഉം F2. F1 3i പ്ലസ് 4j ക്യാപ്പും അതുപോലെ F2 is equal to 3j ക്യാപ്പ് പ്ലസ് 4k ക്യാപ്പും ആണ്. എങ്കിൽ ഈ റിസൾട്ടൻ ഈ രണ്ടും ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ റിസൾട്ടൻ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അതായത് ഇവിടെ വെക്ടർ അഡീഷനാണ്. രണ്ട് വെക്ടറിനെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിൽ വെക്ടർ ഉണ്ട്, വെക്ടർ എ ഈസ് ഈക്വൽ ടു x1 i ക്യാപ്പ് പ്ലസ് y1 j ക്യാപ്പ് പ്ലസ് z1 k ക്യാപ്പും വെക്ടർ ബി എന്ന് പറയുന്നത് x2 i ക്യാപ്പ് പ്ലസ് y2 j ക്യാപ്പ് പ്ലസ് z2 k ക്യാപ്പും ആണെങ്കിൽ വെക്ടർ എയും വെക്ടർ ബിയുടെയും റിസൾട്ടൻ വെക്ടറാണ് വെക്ടർ എ പ്ലസ് ബി എന്ന് പറയുന്നത്. ഈ വെക്ടർ എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, അതിൻ്റെ എക്സ് കമ്പോണന്റ് തമ്മിൽ കൂട്ടി വെക്കുക. x1 പ്ലസ് x2 i ക്യാപ്പ്, പിന്നെ എന്താണ് പ്ലസ് y1 പ്ലസ് എന്താണ് y2 എന്താണ് j ക്യാപ്പ്, പ്ലസ് എന്താണ് z1 പ്ലസ് z2 എന്താണ് k ക്യാപ്പ്. ഇങ്ങനെയാണ് രണ്ട് വെക്ടറിൻ്റെ അഡീഷൻ. അപ്പോൾ വെക്ടറിൻ്റെ ഫോമിൽ തന്നെ തരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്താൽ മതി, കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് F1ൻ്റെയും F2ൻ്റെയും റിസൾട്ടൻ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് വെക്ടർ കണ്ടുപിടിക്കാം. റിസൾട്ട് വെക്ടർ എന്ന് വെച്ചാൽ വെക്ടറിൻ്റെ അഡീഷൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് റിസൾട്ട് വെക്ടറിനെ F1 പ്ലസ് എന്ത് എഴുതാം, വെക്ടർ F2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് വെക്ടറിനെ കൂട്ടണമെന്നുണ്ടെങ്കിൽ എക്സ് കമ്പോണന്റ് തമ്മിൽ കൂട്ടുക. ഇവിടെ എക്സ് കമ്പോണന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതിക്കും. ഇവിടെ 3i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് പ്ലസ് z ക്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ 0 എന്താണ് z ക്യാപ്പ് എന്നും, ഈ വെക്ടറിനെ ഇവിടെ എന്തില്ല j അതായത് എക്സ് കമ്പോണന്റ് ഇല്ല, അതുകൊണ്ട് നമുക്ക് 0 എന്താണ് i ക്യാപ്പ് പ്ലസ് ഇവിടെ എന്ത് എഴുതാം 3j ക്യാപ്പ് പ്ലസ് 4 എന്താണ് k ക്യാപ്പ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ആഡ് ചെയ്യാം. ഇതിൻ്റെ ആദ്യം നമുക്ക് ഇതിൻ്റെ എക്സ് കമ്പോണന്റ് തമ്മിൽ കൂട്ടാം. 3 അല്ലേ, 3i ക്യാപ്പ് പ്ലസ് 4 പ്ലസ് 3 എന്താണ് 7j ക്യാപ്പ് പ്ലസ് 0 പ്ലസ് 4 എന്താണ് 4 എന്താണ് k ക്യാപ്പ്. ഓർക്കുക, നമുക്ക് ഇതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റിസൾട്ടൻ്റ് കിട്ടി. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മോഡുലസ് ഓഫ് F1 പ്ലസ് F2ൻ്റെ എന്താണ് റിസൾട്ടൻ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോ എക്സിൻ്റെയും വൈൻ്റെയും ഇസൻ്റെ സ്ക്വയർ കാണും, എന്നിട്ട് കൂട്ടിയിട്ട് കൂട്ടെടുത്താൽ മതി അല്ലേ. എക്സിൻ്റെ സ്ക്വയർ എത്രയാണ് 9, എത്രയാണ് 49 പ്ലസ് എന്ത് കിട്ടും 60. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. 49ഉം 9 എന്ന് പറയുന്ന നേരത്ത് 58, 58ഉം 10ഉം 68, 68ഉം 6ഉം 74, റൂട്ട് 74 ആണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഫോഴ്സ്, അതായത് F1ൻ്റെയും F2ൻ്റെയും റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനകത്ത് നമുക്ക് 2 വെക്ടർ തന്നിട്ടുണ്ട്. ആ വെക്ടർ പാരലാണോ അല്ലെന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വെക്ടർ എന്ന് എഴുതി നോക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ വെക്ടറിനെ വെക്ടർ എ എന്ന് വിളിക്കുകയാണ്. വെക്ടർ എ ഈസ് ഈക്വൽ ടു എന്താണെന്നിരിക്കുന്നത് 2i + 3j + 4k അല്ലേ. അടുത്ത വെക്ടർ ബി എന്ന് വിളിക്കാം. വെക്ടർ ബി ഈസ് ഈക്വൽ ടു എന്താണെന്നിരിക്കുന്നത് 4i + 6j + 8k. ഓക്കെ, ഇനി ഞാൻ ഈ വെക്ടർ ബീനെ ഒന്ന് മാറ്റുവാണേ. 2നെ കോമൺ എടുക്കുന്നു. 2നെ കോമൺ എടുക്കുമ്പോൾ 2 ഇൻറ്റു എന്ത് കിട്ടും? 2i + 6 എന്താണ്? j + 8 എന്താണ്? k. ഈ സാധനം 3 ഇവിടെ എന്താണ് 4 അല്ലേ. ഈ സാധനം നോക്കി 2i + 3j + 4k എന്ന് പറഞ്ഞ് ഈ മണ്ട കഴിഞ്ഞ സാമാനം തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും വെക്ടർ ബി ഈസ് ഈക്വൽ ടു 2 ടൈംസ് എന്താണ് വെക്ടർ എ ആണ് അല്ലേ. അതായത് വെക്ടർ ബിയും വെക്ടർ എയും ഇതിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ടോ? നിങ്ങൾ നോക്കിയേ ഡയറക്ഷൻ മാറുന്നില്ല. അതായത് വെക്ടർ എ എങ്ങോട്ടേക്കാണോ മൂവ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിലാണ് വെക്ടർ ബി. ഇപ്പോൾ സപ്പോസ് വെക്ടർ എ എന്ന് പറയുന്നത് ഇതാണെങ്കിൽ വെക്ടർ ബിയുടെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. പക്ഷേ വെക്ടർ ബി എന്ന് പറയുന്നത് 2 ടൈംസ് എന്തായിരിക്കും? വെക്ടർ എ ആയിരിക്കും. അതായത് വെക്ടർ എയുടെ 2 ടൈംസ്. അപ്പം വെക്ടർ ബി എന്ന് പറയുമ്പോൾ 2 ടൈംസ് എന്നാണ് വെക്ടർ എ. ഡയറക്ഷൻ എന്തില്ല, ചേഞ്ച് ഇല്ല. അപ്പോൾ ഈ 2 വെക്ടർ എന്തായിരിക്കും? പാരലൽ വെക്ടർ ആയിരിക്കും. അല്ലെങ്കിൽ ഞാനൊരു സിമ്പിൾ സെൻസിൽ പറഞ്ഞു തന്നാൽ അത്രേ ഉള്ളൂ. 2 വെക്ടർ നിങ്ങൾ നോക്കുക. ഈ വെക്ടറുകളുടെ ഇത് ഒരു കോമൺ മൾട്ടിപ്പിളായിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ നോക്കി പ്രപ്പോർഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ 2 4, ഇവിടെ 3 6, ഇവിടെ 4, ഇവിടെ 8. അപ്പോൾ എന്തായിരിക്കും? 2 പാരലൽ വെക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അപ്പം എക്സിൻ്റെയും വൈൻ്റെയും അതുപോലെ തന്നെ ഇസഡിൻ്റെയും കമ്പോണൻസ് പ്രപ്പോർഷനായിട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അതെന്തായിരിക്കും? അത് ആ 2 വെക്ടർ എന്തായിരിക്കും? പാരലൽ വെക്ടർ ആയിരിക്കും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വെക്ടർ തന്നിട്ടുണ്ട്, അതിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ, തന്നിരിക്കുന്ന നമ്മുടെ വെക്ടർ ഞാൻ എഴുതുവാണ് എടുത്ത്. അപ്പോൾ വെക്ടർ എ ഈസ് ഈക്വൽ ടു i + 4j -2 എന്താണ്? k. അപ്പോൾ ഇതാണ് വെക്ടർ. ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ. നമുക്കറിയാം യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള യൂണിറ്റ് വെക്ടറാണ് ക്യാപ്പാണ്. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വെക്ടറിനെ ആ വെക്ടറിൻ്റെ തന്നെ മോഡുലസ് കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. വെക്ടർ നമുക്കറിയാലോ, ഇവിടെ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? അത് തന്നെയാണ് അല്ലേ. അപ്പോൾ i + 4 എന്താണ്? j പ്ലസ് എന്താണ്? മൈനസ് എന്താണ്? 2 എന്താണ്? k ആണ്. ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. നമുക്കറിയാം മോഡുലസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? റൂട്ട് ഓഫ് എന്താ കിട്ടുന്നത്? 1² + 4² 1² + 4² -2ൻ്റെ സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും നമുക്കവിടെ? -2ൻ്റെ സ്ക്വയർ. ഓക്കെ, അങ്ങനെ ഇരിക്കുക. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടുമെന്ന് നോക്കിയേ. i ഡിവൈഡഡ് ബൈ ഇത് നമുക്ക് എന്താ കിട്ടുന്നത്? 16 + 4 20 + 1 21 റൂട്ട് 21 പ്ലസ് 4j ഡിവൈഡ് ബൈ റൂട്ട് 21 മൈനസ് എന്താണ്? 2k ഡിവൈഡ് ബൈ എന്താണ്? റൂട്ട് 21. ഇതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു പൊസിഷൻ വെക്ടറിൻ്റെ ഒരു ഐഡിയ തരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബോഡി ഒരു പോയിന്റിൽ നിൽക്കുന്നു. ഈ പോയിന്റിനെ പൊസിഷൻ P1 എന്ന് വിളിക്കുകയാണ്. ഇവിടുത്തെ കമ്പോണൻസ് ആണ് x1 y1 z1. എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, എസ് കോർഡിനേറ്റ്. ഇതൊരു പ്ലെയിനിലാണ് നിൽക്കുന്നത്. ഈ ബോഡി ഈ പൊസിഷനിൽ നിന്നും ഇപ്പോൾ ഈ P2 എന്ന് പറയുന്ന പൊസിഷനിലോട്ട് പോയി. അവിടുത്തെ കമ്പോണൻസ് ഞാൻ എഴുതുവാണ്. x2 y2 പിന്നെന്താണ്? z2. ഈ 3 കമ്പോണൻ്റാണ്. എങ്കിൽ P1ൻ്റെ പൊസിഷൻ വെക്ടർ നമുക്ക് ഈ പോയിൻറ്റിനെ ഒരു പൊസിഷൻ വെക്ടറായിട്ട് ഡിനോട്ട് ചെയ്യാം. ആ പൊസിഷൻ വെക്ടറിനെ ഞാൻ എന്ത് വിളിക്കുന്നു? ഓക്കെ, നമ്മൾ P1 ഒന്നുമല്ല, നമ്മൾ പൊസിഷൻ വെക്ടറിനെ R1 എന്നും R2 എന്നൊക്കെയല്ലേ വിളിക്കുന്നത്. നമുക്ക് P1 P2 വരാം, R1 R2 വിളിക്കാം. അപ്പോൾ പൊസിഷൻ വെക്ടർ ഓഫ് എന്താണ്? R1 അല്ലേ. R1 കണ്ടുപിടിക്കുക ആദ്യം. പൊസിഷൻ വെക്ടർ ഓഫ് എന്താണ്? R1. ഈ R1 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ നമ്മളൊരു പൊസിഷൻ വെക്ടറായിട്ട് ഡിനോട്ട് ചെയ്യാൻ പോവാണ്. അതൊന്നുമില്ല, സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ. x1 എന്താണ്? i പ്ലസ് എന്താണ്? y1 എന്താണ്? j പ്ലസ് എന്താണ്? z1 എന്താണ്? k.
ജസ്റ്റ് എക്സിൻ്റെ കമ്പൗണ്ടിലൂടെ ഐ, വൈയുടെ കമ്പൗണ്ടിലൂടെ ജെ, ഇസഡിൻ്റെ കമ്പൗണ്ടിലൂടെ കെ കൊടുത്താൽ അതൊരു വെക്ടറായിട്ട് മാറും. ഇനി അടുത്ത പൊസിഷൻ എന്താണ്? R2 അല്ലേ? ആ പൊസിഷനെ നമുക്ക് എങ്ങനെ വിളിക്കാം? x2 ഐ ക്യാപ്പ് പ്ലസ് y2 ജെ ക്യാപ്പ് പ്ലസ് z2 എന്താണ്? കെ ക്യാപ്പാണ്. കണ്ടോ, 2 പൊസിഷൻ വെക്ടർ കിട്ടി. ഇനി നമുക്ക് ഈ പൊസിഷൻ വെക്ടറിൽ നിന്നും അപ്പോൾ നമുക്കൊരു പോയിൻറ്റിനെ പൊസിഷൻ വെക്ടറാക്കി മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് എക്സ്, വൈ, ജെ എന്ത് ചെയ്യുക? എക്സിൻ്റെ കൂടെ ഐയും വൈൻ്റെ കൂടെ ജെയും ഇസഡിൻ്റെ കൂടെ കെയും നിങ്ങൾ എന്ത് ചെയ്യുക? ഇട്ട് കൊടുത്താൽ നമുക്കതിനെ ഒരു വെക്ടറാക്കി മാറ്റാൻ പറ്റും. ഇനി ചിലപ്പോൾ ചോദിക്കാൻ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചാൽ dx അല്ലേ? എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം ഫൈനൽ പൊസിഷനിൽ നിന്നും എന്ത് കുറച്ചാൽ മതി? ഇനിഷ്യൽ പൊസിഷൻ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. അപ്പോൾ ഫൈനൽ പൊസിഷനിൽ നിന്നും ഇനിഷ്യൽ പൊസിഷൻ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കിട്ടും. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, ജസ്റ്റ് R2 നിന്നും R1 കുറയ്ക്കുക. നമുക്കറിയാം വെക്ടറിൻ്റെ സബ്സ്ട്രാക്ഷനാണ്. വെക്ടറിൻ്റെ അഡീഷൻ ആണെന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്താൽ മതി? x1 x കൂടെ കൂട്ടുക, പ്ലസ് y1 y2 കൂടെ കൂട്ടുക, പിന്നെ z1 അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ നേരെ തിരിച്ച് എങ്ങനെ ഒരു ആൻസർ ഞാൻ ഇവിടെ എഴുതുവാണേ. x2 മൈനസ് എന്താണ്? x1 ഏത് കമ്പോണൻ്റ്? അത് ഐ കമ്പോണൻറ്റ്, ഐ ക്യാപ്പ്, പ്ലസ് എന്താണ്? y2 മൈനസ് എന്താണ്? y1 എന്ത് വരും? ജെ ക്യാപ്പ്, പ്ലസ് എന്താ വരുന്നത്? താഴോട്ട് എഴുതുവാണേ. z2 മൈനസ് എന്താണ്? z1 കെ ക്യാപ്പ്. കണ്ടോ, ഇങ്ങനെയാണ് 2 പൊസിഷൻ വെക്ടർ എന്നാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നത്. ഈ ക്വസ്റ്റിനകത്ത് 2 പോയിൻ്റ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പോയിൻ്റ് അതായത് നമ്മുടെ R1 തന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. R1 അതായത് എ എന്ന് പറയുന്ന പോയിൻ്റാണ് R1 എന്ന് പറയുന്നത്. R1 എത്ര വന്നിരിക്കുന്നത്? 1 2 -1 അതുപോലെ തന്നെ R2 നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് R2 വന്നിരിക്കുന്നത്? അതായത് ബി, ക്വസ്റ്റിനകത്ത് ബി R2 വന്നിരിക്കുന്നത് എന്താണ്? 3 2 പിന്നെന്താണ്? 2 അല്ലേ? എങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്തായിരുന്നു? R1 നിന്ന് R2 ഇറക്കുന്നതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക? x2 മൈനസ് x1 y2 മൈനസ് y z2 മൈനസ് z1 പിന്നെ ഐയും ജെയും കെയും കമൗണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഒന്ന് കണ്ടുപിടിക്കാം. എന്താണ് ഇക്വേഷൻ? R2 മൈനസ് എന്താണ്? R1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് ജസ്റ്റ് ഇതിനെ R1നെ നമുക്ക് വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, R2നെ വെക്ടറായിട്ട് റെപ്രസെൻറ്റ് നമുക്കറിയാം. R1നെ വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഐ ക്യാപ്പ് 2 എന്ത് വരും? ജെ ക്യാപ്പ് മൈനസ് എന്താണ്? കെ ക്യാപ്പ് എന്ന് വരും. ഇവിടെ എന്ത് വരും? 3 ഐ ക്യാപ്പ് 2 ജെ ക്യാപ്പ് 2 എന്ത് വരും? പ്ലസ് 2 എന്ത് വരും? കെ ക്യാപ്പ് വരും. അപ്പോൾ അത് തമ്മിൽ കുറക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്നുമില്ല, ആദ്യമേ എക്സുകൾ തമ്മിൽ കുറക്കുക. അപ്പോൾ 3 - 1 എന്താണ് 3 - 1 എന്ന് പറയുന്നത്? 2 ഐ ക്യാപ്പ് 2 - 2 എന്താണ്? 0 ജെ ക്യാപ്പ് പ്ലസ് 2 - -1 2 - -1 എന്ത് വരും? 2 + 1 ദാറ്റ് മീൻസ് എന്താണ്? 3 എന്ത് വരും? കെ ക്യാപ്പ് എന്ന് വരും. ഇതാണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. പൊസിഷൻ വെക്ടർ R = 3t ഐ ക്യാപ്പ് മൈനസ്, ഈ മൈനസും പ്ലസൊക്കെ മാറിപ്പോകുന്നുണ്ട്, സോറി. പിന്നെ എന്താ നടക്കുന്നത്? 2 t² ജെ ക്യാപ്പ് പ്ലസ് 4 എന്താണ്? കെ ക്യാപ്പ്. ഇതിന് ഇനി എന്ത് കണ്ടുപിടിക്കുക? ഫൈൻഡ് ദ വെലോസിറ്റി വെക്ടർ ആൻഡ് ആക്സിലറേഷൻ വെക്ടർ. ഓക്കെ, അപ്പം വെലോസിറ്റി വെക്ടർ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ആക്സിലറേഷൻ വെക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് വെലോസിറ്റി വെക്ടർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി വെച്ചാൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ്? പൊസിഷനാണ്. dr ബൈ എന്താണ്? dt ആണ്. അപ്പോൾ dr ഇട്ട് കൊടുത്തേ, r അങ്ങോട്ട് ഇട്ട് കൊടുത്തേ. അപ്പോൾ d ബൈ എന്ത് കിട്ടും? dt ഓഫ് r-ന് പകരം എന്താണ്? 3t ഐ ക്യാപ്പ് പ്ലസ് 2 എന്താണ്? t² ജെ ക്യാപ്പ് പ്ലസ് 4 കെ ക്യാപ്പ്. കെയുടെ കൂടെ ടിയുടെ കമ്പൗണ്ട് ഒന്നും ഇല്ല. ഓക്കെ, ഇനി ഡെറിവേറ്റീവ് എടുത്താൽ മതി. നമുക്കറിയാം ഇങ്ങനെ ഡെറിവേറ്റീവ് ആണെങ്കിൽ ഓരോ ടേമിനും നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ കമ്പൗണ്ട് ഡെറിവേറ്റീവ് ചെയ്യാൻ നേരത്ത് d ബൈ dt ഓഫ് 3t ഐ ക്യാപ്പ് എന്ന് വരും. അതിനകത്ത് നിന്ന് നമുക്കത് എഴുതാം. d ബൈ dt ഓഫ് എന്താണ്? 3t ഐ ക്യാപ്പ് പ്ലസ് d ബൈ എന്താണ്? dt ഓഫ് എന്താണ്? 2t² ജെ ക്യാപ്പ് പ്ലസ് d ബൈ എന്താണ്? dt ഓഫ് എന്താണ്? 4 എന്താണ്? കെ ക്യാപ്പ്. ഇവിടെ നിന്ന് നമുക്ക്
3നെ ഐ ക്യാപ്പിനെ കോമൺ എടുക്കാം. അപ്പോൾ dt/dt എന്താ 1 കിട്ടുന്നത്. അപ്പോൾ എന്ത് കിട്ടും ഇവിടെ 3 ഐ ക്യാപ്പ് എന്ന് കിട്ടും. പ്ലസ് 2നെയും ജെ ക്യാപ്പിനും പുറത്തെടുക്കാം. ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. എന്താണ് ടി സ്ക്വയർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2t ആണല്ലേ. ഡെറിവേറ്റീവ് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ എഴുതാം 2t. അപ്പോൾ 2t വരും, പിന്നെ ഒരു 2 ഇവിടെ കിടപ്പുണ്ട്. 2 × 2 4t പിന്നെ ജെ ക്യാപ്പ് 4t ജെ ക്യാപ്പ് പ്ലസ് ഇവിടെ കെയുടെ കമ്പൗണ്ട് വല്ലതും ഉണ്ടോ? സോറി, ടിയുടെ കമ്പൗണ്ട് ഒന്നുമില്ല. ദെൻ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. എന്ത് കിട്ടും 0 കിട്ടും പ്ലസ് 0. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വെലോസിറ്റി വെക്ടർ 3 ഐ ക്യാപ്പ് പ്ലസ് 4t ജെ ക്യാപ്പ് എന്ന് പറയുന്നത്. ഇനി ആക്സലറേഷൻ വെക്ടർ കണ്ടുപിടിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ആക്സലറേഷൻ എന്ന് പറയുന്നത് dv/ എന്താണ് dt ആണ് അല്ലേ. അപ്പോൾ നമുക്ക് വെലോസിറ്റിനെ ഡെറിവേറ്റീവ് എടുക്കുക. വെലോസിറ്റി ഡെറിവേറ്റീവ് എടുത്ത് എന്ത് കിട്ടും നമുക്കപ്പോൾ d/ എന്താണ് dt ഓഫ് 3 ഐ ക്യാപ്പ് പ്ലസ് 4t എന്താണ് ജെ ക്യാപ്പ് എന്ന് കിട്ടും അല്ലേ. ഇവിടെ നമ്മൾ ചെയ്യാൻ നേരത്ത് 3i കോൺസ്റ്റൻ്റ് അല്ലേ 0. ദെൻ ഇത് ചെയ്യാൻ നേരത്ത് 4നെ പുറത്തെടുക്കുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് ഇവിടെ dt/dt ദാറ്റ് മീൻസ് 1. ദെൻ 4 എന്ത് കിട്ടി നമുക്ക് ജെ ക്യാപ്പ് എന്ന് കിട്ടി. ഇതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് നമ്മളുടെ വെക്ടർ, അതായത് ആക്സലറേഷൻ വെക്ടർ എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്നത് പറയുന്നത് വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് t = 2 സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റി ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞില്ലേ, ഇതല്ലേ വെലോസിറ്റി ഇക്വേഷൻ. അപ്പോൾ t = 2 സെക്കൻഡ്. 2 സെക്കൻഡ് വെലോസിറ്റി നമുക്കൊന്ന് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം. 2 സെക്കൻഡിലെ വെലോസിറ്റി കണ്ടുപിടിക്കാം. ടിക്ക് വരാൻ 2 ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ എന്ത് കിട്ടും 3 ഐ ക്യാപ്പ് പ്ലസ് എന്ത് കിട്ടും 8 എന്താണ് ജെ ക്യാപ്പ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വെലോസിറ്റി വെക്ടർ എന്താ കിട്ടി ഞാൻ ഇങ്ങോട്ടാണ് എടുത്തെഴുതുവാണ്. v = 3 ഐ ക്യാപ്പ് പ്ലസ് എന്താണ് 8 ജെ ക്യാപ്പ് വെലോസിറ്റി വെക്ടർ കിട്ടി. ഓക്കെ, ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ ചെയ്തിട്ടൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. മിസ്റ്റേക്ക് വേറൊന്നുമല്ല, നമ്മുടെ ഇവിടെ എന്തായിരുന്നു മൈനസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടെയും മൈനസ് വരും, ഇവിടെയും മൈനസ് വരും, പിന്നെ ഇവിടെ എന്ത് വരും മൈനസ് വരും, ഇവിടെ എന്ത് വരും മൈനസ് വരും, ഇവിടെ എന്ത് വരും മൈനസ് വരും, ഇവിടെയും മൈനസ്. അപ്പോൾ നമ്മുടെ വെലോസിറ്റി -8 എന്താ വരുന്നത് ജെ ക്യാപ്പ് എന്ന് വരുന്നത്. സോറി, അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടും അല്ലേ. ഇതാണ് അപ്പം 3 ഐ ക്യാപ്പ്. ഒന്നും കൂടെ എഴുതരാം. വെലോസിറ്റി വെക്ടർ നമുക്ക് കിട്ടി എന്താ കിട്ടിയത് 3 ഐ ക്യാപ്പ് മൈനസ് എന്താണ് 8 ജെ ക്യാപ്പ് അറ്റ് t = എന്താണ് 2. ഇതിൻ്റെ ഡയറക്ഷൻ, ഇതിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ടേക്കാണ്. ഇനി ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ജസ്റ്റ് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഈ രണ്ട് വെക്ടറിൻ്റെ സമ്മായിരിക്കും എന്ത് പറയുന്നത് വി ക്യാപ്പ് എന്ന് പറയുന്നത് അല്ലേ. അതെ, സോറി, വെക്ടർ വി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനൊരു XY പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകണേ. അപ്പോൾ 3 ജെ ക്യാപ്പ് എന്ന് പറയുന്നത് എങ്ങോട്ട് പോകുന്ന വെക്ടർ ആയിരിക്കും. നമുക്കറിയാം ജെ ക്യാപ്പ് എന്ന് വെച്ചാൽ എന്താണ്, സോറി ഐ ക്യാപ്പ് എന്ന് വെച്ചാൽ എന്താണ് എക്സ് ഡയറക്ഷനിലോട്ട് പോകുന്ന യൂണിറ്റ് വെക്ടറാണ്. ഇതാണ് അല്ലേ, ഇതാണ് ഐ ക്യാപ്പ്. ഈ ഐ ക്യാപ്പിനെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. അപ്പോൾ 3 യൂണിറ്റ് ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് 3 ഐ ക്യാപ്പ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമുക്കിനി എന്ത് വേണം 8 ജെ ക്യാപ്പ് വേണം അല്ലേ. അപ്പോൾ ഇത് നമുക്ക് 3 ഐ ക്യാപ്പ് കിട്ടി. ഇതാണ് -8 ജെ ക്യാപ്പാണ്. ജെ എന്ന് വെച്ചാൽ വൈയിലോട്ട് പോകുന്ന വെക്ടറാണ്. ജെ ക്യാപ്പ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ജെ ക്യാപ്പ് എന്ന് പറയുന്നത്. ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക 8 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പോൾ ഏകദേശം ഇങ്ങനെ കിട്ടും 8 അല്ലേ. 1 2 3 4 5 6 ഓക്കെ 8. ഇനി ഇതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്ത് ചെയ്താൽ മതി, പാരലോഗ്രാം എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ഇതാണ് നമ്മളുടെ റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഈ വെക്ടറാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് 3 ഐ ക്യാപ്പ് മൈനസ് എന്താണ് -8 ജെ ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡയറക്ഷൻ. ഈ ഡയറക്ഷൻ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ആംഗിൾ ഒന്ന് കണ്ടുപിടിക്കാം. ഈ ആംഗിൾ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. ഈ ആംഗിൾ തീറ്റ എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനകത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം ടാൻ തീറ്റ എന്ന് കണ്ടുപിടിച്ച്. എന്തായിരിക്കും ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ എന്താണ് അഡ്ജസൻ്റ് ആണല്ലേ. എന്താണ് ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഇതല്ലേ. ഈ നീളം എത്ര നമുക്കറിയാമല്ലോ, എത്രയാണ് 8 ആണ്. ഈ നീളം എത്രയാണ് 3 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുന്നത് ഓപ്പോസിറ്റ്, അതായത് 8 ബൈ നമുക്ക് എന്ത് കിട്ടും -8 ബൈ എന്ത് കിട്ടും നമുക്ക് 3 കിട്ടും അല്ലേ. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്
ദെൻ തീറ്റ ഈക്വൽ ടു എന്താണ് ടാൻ ഇൻവേഴ്സ് എന്താണ് -8/3. ഇതായിരിക്കും അവിടുത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആക്സിലറേഷൻ ഡയറക്ഷൻ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആക്സിലറേഷൻ നമുക്ക് കിട്ടിയത് എന്താ കിട്ടിയത് മൈനസ് എന്താണ് 4 j ആണ്. അപ്പോൾ എങ്ങോട്ടേക്കായിരിക്കും -4 j എന്ന് പറയുന്ന നേരത്ത് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് j ആണല്ലേ. j എന്ന് പറയുമ്പോൾ y അല്ലേ. ഓക്കെ, ഇതാണ് എന്തിൻ്റെ ഡയറക്ഷൻ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ. അത് സെയിം ഡയറക്ഷനിലായിരിക്കും -4 j. ആക്സിലറേഷൻ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. ഏതാണ് t=2 സെക്കൻഡിൽ ആക്സിലറേഷൻ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും ഇങ്ങോട്ടേക്കായിരിക്കും. അപ്പം ഇതായിരുന്നു അവിടുത്തെ ക്വസ്റ്റ്യൻ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഡോട്ട് പ്രോഡക്റ്റ് വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു വെക്റ്റർ എയും അതുപോലെ തന്നെ ഒരു വെക്റ്റർ ബിയും തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ എക്സും വൈ ഇസഡ് കമ്പൗണ്ടും അതുപോലെ തന്നെ വെക്റ്റർ ബിയുടെ എക്സ് വൈ ഇസഡ് കമ്പൗണ്ട് തന്നിട്ടുണ്ട് എങ്കിൽ വെക്റ്റർ എ ഡോട്ട് ബി ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ പ്രോഡക്റ്റ് കിട്ടുന്ന ആൻസർ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ജസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി x1 x2 y1 y2 z1 z2 അതെല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി കൂട്ടി വെച്ചാൽ മതി. ഇനി എ ഡോട്ട് ബിയുടെ മറ്റൊരു ഫോർമുലയാണ് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം വെക്റ്റർ എയും വെക്റ്റർ ബിയും നമുക്ക് തന്നാൽ നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ആംഗിൾ കണ്ടുപിടിക്കാം. തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ഡിവൈഡ് ബൈ എന്താണ് മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ആയിരിക്കും. മോഡുലസ് ഓഫ് എയും മോഡുലസ് ഓഫ് ബി ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എ ഡോട്ട് ബി നമുക്ക് ഈ ഫോർമുല വെച്ച് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം. അവിടെ നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ കഴിയും തീറ്റാനെ എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, നമുക്കിനി ഡോട്ട് പ്രോഡക്റ്റിന് കുറച്ച് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ വെക്റ്റർ എയും വെക്റ്റർ ബിയും ഉണ്ട്. അതിൽ നിന്ന് എ ഡോട്ട് ബി എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. എ ഡോട്ട് ബി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം ഇക്വേഷൻ അനുസരിച്ച് ഇപ്പം എയുടെ എക്സും ബിയുടെ എക്സുമായിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക, ദെൻ എയുടെ വൈയും ബിയുടെ വൈയായിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക, ദെൻ എയുടെ ഇസഡും ബിയുടെ ഇസഡുമായിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 2 × 4 + 3 × -3 + -1 × എന്താ നടക്കുന്നത് 2. ഓക്കെ, ദെൻ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് 2 × 4 8 + 9 -9 -2. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് ആൻസർ 8 - 9 -1 -2 -3. ആൻസർ നമുക്ക് -3 എന്ന് കിട്ടും -3. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ കയ്യിൽ 2 വെക്റ്റർ ഉണ്ട്. വെക്റ്റർ എ ഈസ് ഈക്വൽ ടു, അപ്പോൾ ഞാൻ ആ വെക്റ്ററിനെ എ എന്ന് പേര് വിളിക്കുകയാണ്. എ ഈക്വൽ ടു 2i + 5j + k. വെക്റ്റർ ബി ഈക്വൽ ടു 4i - 3j + 7k. ഇവ രണ്ടുപേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണോ എന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, അതിനൊരു കാര്യം പറയാം. നമുക്കറിയാം എ ഡോട്ട് ബിയുടെ ഇക്വേഷൻ എന്താണ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്റ്റർ ബി ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ എ ഡോട്ട് ബി 0 ആകുമ്പോൾ സപ്പോസ് എ ഡോട്ട് ബി എന്തായി 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം തീറ്റ എത്ര ഡിഗ്രി ആയിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. അപ്പം തീറ്റ 90 ആണെങ്കിൽ ഉറപ്പായിട്ട് എ ഡോട്ട് ബി എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ അപ്പോൾ 2 വെക്റ്റർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ 2 വെക്റ്റർ എയും വെക്റ്റർ ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ഈക്വൽ ടു ഡോട്ട് പ്രോഡക്റ്റ് നേരത്തെ 2 × 4 8 -15 പ്ലസ് എന്ത് കിട്ടും 7 എന്ന് കിട്ടും. 15 - 15 എന്താണ് 0. അപ്പോൾ എ ഡോട്ട് ബി എന്ത് കിട്ടി 0 കിട്ടി. അതിൻ്റെ അർത്ഥം എ ഈസ് പെർപെൻഡിക്കുലർ ടു എന്തായിരിക്കും ബി ആയിരിക്കും. കാരണം അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഫോഴ്സും ഡിസ്പ്ലേസും തന്നിട്ടുണ്ട്. വർക്ക് എന്ത് ചെയ്യുക കണ്ടുപിടിക്കുക. നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് എന്താണ് എഫ് ഡോട്ട് എന്താണ് ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക് എന്ന് പറയുന്നത്. എഫ് ഡോട്ട് എന്താണ് ഡി ആണ് വർക്ക് എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ ഫോഴ്സ്, അതായത് ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടാൽ മതി. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിൻ്റെ എക്സും വൈ ഇസഡ് തമ്മിൽ കൂട്ടിയിട്ട് ഗുണിച്ചിട്ട് കൂട്ടി വെച്ചാൽ മതി. 5 × 3 15 + 16 - 15. ആൻസർ എത്ര കിട്ടും? 16 വർക്കായതുകൊണ്ട് ജൂള്. അപ്പോൾ ഇതാണ് അവിടുത്തെ ആൻസർ. ഓർക്കുക, ഫോഴ്സ് ഇൻ ന്യൂട്ടൺ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, മീറ്ററിലുമായിരിക്കും. അടുത്ത നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് ആണ്. വെക്ടർ എയും വെക്ടർ ബിയുടെയും ക്രോസ് പ്രോഡക്റ്റ് കാണാൻ വേണ്ടി അപ്പോൾ എ ക്രോസ് ബി കാണണം. അതിൻ്റെ ഒന്നുമില്ല, ജസ്റ്റ് ഡിറ്റർമിനൻ്റ് വരക്കുക. ഐ ജെ കെ, ഫസ്റ്റ് റോ ഐ ജെ കെ, ദെൻ എയുടെ എക്സ് കമ്പൗണ്ടും വൈ കമ്പൗണ്ടും ഇസഡ് കമ്പൗണ്ടും അതുപോലെ നിരത്തി താഴോട്ട് ഇടുക. ഐക്ക് നേരെ ഐയുടെ, ജെയ്ക്ക് നേരെ ജെയുടെ, കെയ്ക്ക് നേരെ കെയുടെ കമ്പൗണ്ട്. അതുപോലെ തന്നെ വെക്ടർ ബിയുടെയും അതുപോലെ തന്നെ ഐയുടെ സ്ഥാനത്ത് എക്സ് ടു അല്ലേ, ജെയുടെ സ്ഥാനത്ത് നടക്കുന്ന വൈ ടു, കെയുടെ സ്ഥാനത്ത് നടക്കുന്ന ഇസഡ് ടു അതിടുക. ഈ ഡിറ്റർമിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് നമ്മൾ ഐ ആണ് എടുക്കുന്നതെങ്കിൽ ഈ ഐ ഉള്ള കോളവും റോയും എലിമിനേറ്റ് ചെയ്യുക. പിന്നെ എന്താ ഉള്ളത്, ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇത് ചെയ്യേണ്ട ഒരു ഇത്രേ ഉള്ളൂ. y1 z2 മൈനസ് ഇടുക, z1 y2. ഓക്കെ. ഇനി ആൾട്ടർനേറ്റീവ് ഐക്ക് പ്ലസ് ആണെങ്കിൽ ജെയ്ക്ക് അടുത്ത് എന്ത് വരും, മൈനസ് വരും. അപ്പോൾ ജെയുടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ കോളവും റോയും എലിമിനേറ്റ് ചെയ്യുക. ദെൻ എന്താ ഉള്ളത് ഇനി, x1 x2 z1 z2 ഈ റോയും ഈ കോളം എലിമിനേറ്റ് ചെയ്യുക. ദെൻ നേരത്തെ പോലെ തന്നെ ഇൻറ്റു എന്താണ്, x1 z2 കണ്ടോ, ഇതില്ല, x1 z2 മൈനസ്. ഇനി z1 z1 എന്താണ് x2 പ്ലസ്. ഇവിടെ മൈനസ് ആണെങ്കിൽ അടുത്ത് എന്ത് വരും, പ്ലസ് വരും. കെ ക്യാപ്പ് ഇൻറ്റു കെ ഉള്ള റോയും കോളവും എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ ഉള്ളത്, x1 y2. ഓക്കെ, x1 y2 മൈനസ് പിന്നെന്ത് വരും, y1 x2. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ എ ക്രോസ് ബി കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ എ ഡോട്ട് ബി കണ്ടുപിടിച്ച പോലെ തന്നെ ഇങ്ങനെ കണ്ടുപിടിക്കാം. മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ് ഉണ്ട്. കാരണം ക്രോസ് പ്രോഡക്റ്റിൽ കിട്ടുന്നത് നമുക്കൊരു വെക്ടറാണ് കിട്ടുന്നത്. ഡോട്ട് പ്രോഡക്റ്റിൽ ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി കിട്ടുന്നെങ്കിൽ ഇവിടെ നമുക്ക് വെക്ടർ ക്വാണ്ടിറ്റി കിട്ടുന്നത്. അതുകൊണ്ടാണ് ഒരു എൻ ക്യാപ്പ് വന്നത്. എൻ ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടറാണ്. അത് എയ്ക്കും ബിക്കും പെർപെൻഡിക്കുലറാണ്. ഇപ്പോൾ ഇവിടെ ഞാനിങ്ങനെ വരക്കുവാണെങ്കിൽ ഇത് നമ്മുടെ വെക്ടർ എയും ഇതെന്താണ് വെക്ടർ ബിയും ആണെങ്കിൽ ഇടയ്ക്കുള്ള ആംഗിൾ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. എങ്കിൽ എൻ ക്യാപ്പ് എന്ന് പറയുന്നത് ഇതിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടൊരു വെക്ടർ ഉണ്ട്. ഈ ഒരു വെക്ടർ ഇപ്പം ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ വെക്കുവാണെങ്കിൽ ഇതുകൊണ്ട് ഈ ക്യാപ്പ് കണ്ടോ, ഈ ക്യാപ്പായിരിക്കും അവിടുത്തെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. അത് എയ്ക്കും ബിക്കും എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന വെക്ടർ ആയിരിക്കും എൻ ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഇക്വേഷൻ വെച്ചും കണ്ടുപിടിക്കുക. രണ്ട് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ഇത് വെക്ടർ ആയതുകൊണ്ടാണ് ഇത്ര കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, പക്ഷേ ആ ഡിറ്റർമിൻ്റെ ആ ഫോർമുല പഠിക്കുകയാണെങ്കിൽ ഇത് എളുപ്പമായിരിക്കും. നമുക്കിനി ക്വസ്റ്റ്യൻ മാർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് രണ്ട് വെക്ടർ ഉണ്ട്, വെക്ടർ എയും വെക്ടർ ബിയും നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ആ രണ്ട് വെക്ടറിൻ്റെ സ്കെയിലാർ പ്രോഡക്റ്റും ഡോട്ട് പ്രോഡക്റ്റും കണ്ടുപിടിക്കുക. സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, എ ഡോട്ട് ബിയും. വെക്ടർ പ്രോഡക്റ്റ് എന്താണ്, എ ക്രോസ് ബി ആണ്. അപ്പോൾ സ്കെയിലാർ പ്രോഡക്റ്റ് ഞാൻ കണ്ടുപിടിക്കുന്നില്ല, നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഇത് ഞാൻ കണ്ടുപിടിക്കുന്നില്ല, നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന്. ജസ്റ്റ് 3 × -2 പ്ലസ് -4 × 1 പ്ലസ് 5 × എന്താണ് -3. അത് എല്ലാം കൂടെ കൂട്ടി വെച്ചാൽ മതി. നമുക്ക് എ ക്രോസ് ബി കണ്ടുപിടിക്കാം. അപ്പോൾ എ ക്രോസ് ബി കണ്ടുപിടിക്കാനുള്ള ഫോർമുല പ്രകാരം നമുക്ക് എ ക്രോസ് ബിനെ ഒരു എന്തായിട്ട് എഴുതാം, നമുക്ക് ഒരു ഡിറ്റർമിനൻ്റ് മെത്തേഡ് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എ ക്രോസ് ബി = ഡിറ്റർമിനൻ്റ് എന്ത് വരും, ഐ ക്യാപ്പ് ജെ ക്യാപ്പ് പിന്നെ എന്താണ് കെ ക്യാപ്പ് അല്ലേ. ദെൻ ഡിറ്റർമിനൻ്റ് ക്ലോസ് ചെയ്തു. ദെൻ സെക്കൻഡ് റോയിൽ എന്താണ്, ഇയാളുടെ ഐയും ജെയും കെ അതുവരെ എഴുതുക. ഐ എന്ന് പറയുന്നത് 3, ജെ എന്ന് പറയുന്നത് -4, കെ എന്ന് പറയുന്നത് എന്താണ് 5. ഇനി അടുത്തത് ബിയുടെ ഐയുടെ കമ്പൗണ്ട് എന്താണ് -2, ജെയുടെ എന്താണ് 1, കെയുടെ എന്താണ് -3. ഇനി നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ എന്താ ചെയ്യേണ്ടത്, ഐനെയും എടുത്തു. ഓക്കെ, ഐ ഇൻറ്റു അപ്പോൾ ഐ ഉള്ള റോയും കോളോ എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ ഇതും എലിമിനേറ്റ് ചെയ്യുക. ഇത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇത് മാത്രമേ ഉള്ളൂ. അപ്പം -4 ന് -3, -4 ന് -3, ഇനി ബ്രാക്കറ്റ് മൈനസ് ഇടണം. ദെൻ 5 × 1, 5 ഇൻറ്റു അല്ലെങ്കിൽ 1 × 5 അതെനിക്ക് കുഴപ്പമില്ല. ഇനി അടുത്ത എന്ത് വരും, മൈനസ് വരും അല്ലേ. മൈനസ് കെ ക്യാപ്പ് ഇൻറ്റു കെ അല്ല ജെ ആണല്ലേ, ജെ ക്യാപ്പ് ഇൻറ്റു ജെയുള്ള ഇതല്ലേ ജെയുള്ള റോയും കോളവും എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ 3 × -3, 3 × -3 മൈനസ് ഇതും പോയേ 5 × -2, 5 × -2. ദെൻ അടുത്ത എന്തുകൊണ്ട് ഒരു പ്ലസ്, ആൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് അടുത്ത പ്ലസ് എന്ത് വരും, കെ ക്യാപ്പ് ഇൻറ്റു കെ റോയും കോളം പോയി കഴിഞ്ഞാൽ 3 × 1 3 മൈനസ്
-4 -2 -4 × -2. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ നോക്കിയേ, i ക്യാപ്പ് ഇൻറ്റു -4 × -3. നമുക്കറിയാം -4 × -3 എന്ന് വെച്ചാൽ +12 അല്ലേ. 12 മൈനസ് എന്ത് വരും, 5 എന്ന് വരും. മൈനസ് j ക്യാപ്പ് ഇൻറ്റു -9 പ്ലസ് എന്ത് വരും, 10 എന്ന് വരും. പ്ലസ് എന്താണ് k ക്യാപ്പ് ഇൻറ്റു 3 മൈനസ് ഇത് 8. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടുമെന്ന് നോക്കാം. ഈക്വൽ ടു, ഞാൻ ഇവിടെ ഈക്വൽ ടു എഴുതുകയാണ്. i ക്യാപ്പ് ഇൻറ്റു 12 × 5 പോയ എത്രയാണ്, 7 അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം അത് എഴുതാം. 7 i ക്യാപ്പ് 10 × 9 പോയ എത്രയാണ്, 1 അല്ലേ. അപ്പോൾ എന്താണ് മൈനസ് എന്താണ് j ക്യാപ്പ്, പിന്നെ 3 ൽ നിന്ന് 8 പോയ എത്രയാണ്, -5 -5 k ക്യാപ്പ്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ടോർക്ക് കണ്ടുപിടിക്കണം. നമുക്ക് പൊസിഷൻ വെക്ടറും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫോഴ്സ് വെക്ടറും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനകത്ത് പൊസിഷൻ വെക്ടർ പറയുന്നത് 2i + 3j + 5k, അതുപോലെ തന്നെ ഫോഴ്സ് വെക്ടർ പറയുന്നത് 5i - 2j + 3k ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്, നമുക്കെല്ലാവർക്കും അറിയാം. ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്, r×f ആണ് ടോർക്കിൻ്റെ ഇക്വേഷൻ. അപ്പോൾ r×f കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഡിറ്റർമിനൻ്റ് മെത്തേഡ് ഉപയോഗിച്ചു. ഡിറ്റർമിനൻ്റ് ഇട്ടു, ijk ഇട്ടു. ഇനി പൊസിഷൻ വെക്ടറിൻ്റെ എക്സും വൈയും അതുപോലെ z കമ്പൗണ്ട് അല്ലെങ്കിൽ ijk കമ്പൗണ്ട് എഴുതി. ദെൻ ഫോഴ്സ് വെക്ടറിൻ്റെയും ijk കമ്പൗണ്ട് നിരത്തി എഴുതി. പിന്നെ നമ്മുടെ മറ്റ് മെത്തേഡ് ഉപയോഗിച്ച് i എടുത്തു, റോയും കോളവും കളഞ്ഞു. ദെൻ ഇത് മാത്രമായി. 3 × 2 എന്താണ് 9, 5 × -2 എന്താണ് 10, പിന്നെ മൈനസ് ഉണ്ട്, അതുകൊണ്ട് +10 എഴുതിയത്. മൈനസ് എന്താണ് j ക്യാപ്പ്, റോയും കോളവും കളഞ്ഞു. 2 × 3 എന്താണ് 6, മൈനസ് എന്ത് കിട്ടും, 5 × 5 25, പ്ലസ് k ക്യാപ്പ്, റോയും കോളവും കളഞ്ഞു. 2 × -2 എന്താണ് -4, പ്ലസ് മൈനസ് 3 × 5 -15. ആൻസർ നമുക്ക് ഇത് കിട്ടും. കണ്ടോ, ചെയ്യും. അപ്പം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ വെക്ടർ കിട്ടിയില്ല, ടോർക്ക് വെക്ടർ കിട്ടി. ഈ ടോർക്ക് വെക്ടറിൻ്റെ റൂട്ട് ഓഫ് എന്താണ് x കമ്പൗണ്ട് സ്ക്വയർ പ്ലസ് y കമ്പൗണ്ട് സ്ക്വയർ പ്ലസ് z കമ്പൗണ്ട് സ്ക്വയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അവിടെ ടോർക്ക് കിട്ടും. നമുക്ക് ടോർക്ക് കിട്ടുന്നത് 32.9 എന്നാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുന്നത്, ടോർക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനകത്ത് മോഡുലസ് ഓഫ് a×b = a.b ആണെങ്കിൽ വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ a ആൻഡ് b. ഓക്കെ, a×b = a.b ആണ്. മോഡുലസ് ഓഫ് a×b ആണ്. മോഡുലസ് എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, എന്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് വെക്ടറിൻ്റെ ആവശ്യമില്ല. = എന്താണ് a.b ആണ്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. നമുക്കറിയാം എന്താണ് a×bയുടെ ഫോർമുല. a×bയുടെ ഫോർമുല മോഡുലസ് ഓഫ് a × മോഡുലസ് ഓഫ് b × sin θ × n ക്യാപ്പ് ആണ്. ഇവിടെ മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് n ക്യാപ്പിൻ്റെ ആവശ്യമുണ്ടോ, ഇല്ല. അപ്പോൾ a×bക്ക് വരാം, മോഡുലസ് ഓഫ് a×bക്ക് വരാം നമുക്ക് എന്തിട്ട് കൊടുക്കാം, മോഡുലസ് ഓഫ് a×bക്ക് വരാം വെക്ടർ a, മോഡുലസ് ഓഫ് വെക്ടർ a × മോഡുലസ് ഓഫ് വെക്ടർ b × എന്ത് വരും, sin θ അല്ലേ. sin θ n ക്യാപ്പിൻ്റെ ആവശ്യമില്ല, കാരണം മോഡുലസ് ആണ്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ a×b എന്ന് പറയുന്നത്. എന്ത് a×b ആണ്, മോഡുലസ് ഓഫ് a×b ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് a.b നോക്കാം. a.b നമുക്കറിയാവുന്ന ഇക്വേഷൻ അല്ലേ. എന്താ a.b ഇക്വേഷൻ, മോഡുലസ് ഓഫ് a × മോഡുലസ് ഓഫ് b × എന്ത് വരും cos θ വരും അല്ലേ. cos θ ഇതാണ്ട് ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, a/b sin θ = a/b cos θ. അപ്പോൾ ഇത് വെട്ടിക്കളയാം. ദെൻ sin θ / cos θ നമുക്ക് എന്ത് കിട്ടി, sin θ / cos θ = 1 എന്ന് കിട്ടുകയും, എന്താ sin θ / cos θ, tan θ. tan θ = 1 കിട്ടുകയും, എപ്പോഴാണ് tan θ 1 ആകുന്നത്, θ എന്തായിരിക്കണം, 45 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ a ആൻഡ് b എന്തായിരിക്കും, 45 ഡിഗ്രിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്
എന്താണ് എ ഡോട്ട് എ ക്രോസ് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ജസ്റ്റ് ഞാൻ എഴുതി തരാം. അത് നോക്കിയേ, എ ഡോട്ട് എ ക്രോസ് ബി, എ ഡോട്ട് എ ക്രോസ് ബി അല്ലേ, എ ഡോട്ട് എ ക്രോസ് ബി. ഓക്കെ, ജസ്റ്റ് ഒരു ഐഡിയ നോക്കിയാൽ എ ക്രോസ് ബി എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഞാൻ രണ്ട് വെക്ടർ എടുക്കുവാണ്. ഇത് വെക്ടർ എയും ഇതെന്താണ് വെക്ടർ ബിയും. ഓക്കെ, ഇവിടെ എന്താണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്? എ ക്രോസ് ബി എന്ന് വെച്ചാൽ നമുക്കറിയാം മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ്. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്ന ഒരു വെക്ടറാണ്. അതായത് എ ക്രോസ് ബി എന്ന് പറയുന്ന സാധനം നമുക്ക് ചെയ്തു വരുമ്പോൾ ഒരു വെക്ടറാണ് കിട്ടുന്നത്. ഇവിടെ എന്താ എ എന്ന് പറയുന്ന ഒരു വെക്ടറുമാണ്. അപ്പോൾ ഈ എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടറിൻ്റെ പ്രത്യേകത നമുക്കറിയാം. എയും ബിയും ഇതാണെങ്കിൽ, ഇത് എയും ഇത് ബിയും ആണെങ്കിൽ എ ക്രോസ് ബി എന്തായിരിക്കും? ഇതിൻ്റെ മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് പോകുന്ന വെക്ടറാണ്. അതായത് ഇത് എയും ഇത് ബിയും ആണെങ്കിൽ നമ്മുടെ എ ക്രോസ് ബി എങ്ങോട്ടേക്കായിരിക്കുന്നുണ്ട്? ഈ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ കണ്ടു, ക്യാപ്പ് പുറത്തോട്ട് വരുന്നത്. ഈ ക്യാപ്പിൻ്റെ ഡയറക്ഷനാണ് എ ക്രോസ് ബി ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ എ ക്രോസ് ബിയുടെ ഡയറക്ഷനാണ് ഇത്. ഇനി എ എങ്ങോട്ടേക്കാണ്? എ ഇങ്ങോട്ടേക്കാണ്. ഇനി ഈ ക്യാപ്പും ഈ വെക്ടർ എയുടെയും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അതായത് വെക്ടർ എയും വെക്ടർ എ ക്രോസ് ബിയും രണ്ട് വെക്ടറാണ് അല്ലേ. ആ രണ്ട് വെക്ടറിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ നമുക്ക് എത്ര കിട്ടി? തീറ്റ എത്ര കിട്ടി നമുക്ക്? 90 ഡിഗ്രി കിട്ടി. അതായത് എയ്ക്കും എ ക്രോസ് ബിക്കും ഇടയ്ക്കുള്ള ആംഗിളാണ് 90 ഡിഗ്രി കിട്ടിയിരുന്നത്. എ ക്രോസ് ബി എങ്ങോട്ടേക്കാണ്? മുകളിലോട്ടാണ്. നമുക്കിങ്ങോട്ട് വരക്കാനുള്ളൊരു ഇത് മുകളിലോട്ട് വരുന്നൊരു എൻ ക്യാപ്പ് എന്ന് പറയുന്ന വെക്ടറാണിത്. ഇത് മുകളിലോട്ട് പോകുന്ന വെക്ടറാണ്. ഇതുമായിട്ടുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എങ്കിൽ നമുക്കറിയാം രണ്ട് വെക്ടർ അതിൻ്റെ ആംഗിൾ 90 ഡിഗ്രി, ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് വെക്ടറിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. കണ്ടോ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എ മൈനസ് ബി ക്രോസ് എ പ്ലസ് ബിയുടെ എന്ത് കണ്ടുപിടിക്കുക? വാല്യൂ കണ്ടുപിടിക്കുക. ജസ്റ്റ് ഞാൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണത്. ഓക്കെ, ഞാനിന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എ ക്രോസ് എ ക്രോസ് എന്ത് കിട്ടും? എ പ്ലസ് എന്താണ്? എ ക്രോസ് ബി. ഇത് വെച്ചല്ലേ, ഇങ്ങോട്ടേക്ക് എ ക്രോസ് എന്ത് കിട്ടി? ബി. ഇനി ഇങ്ങോട്ടേക്കും അല്ലേ, മൈനസ് എന്ത് കിട്ടും നമുക്ക്? ബി ക്രോസ് എ. ഇവിടെ എന്ത് കിട്ടും? മൈനസ് എന്താണ്? ബി ക്രോസ് എന്ത് കിട്ടും? ബി എന്ന് കിട്ടും. ഇനി നോക്കി എ ക്രോസ് എ. എന്താണ് എ ക്രോസ് എ? എ ക്രോസ് എ ഞാൻ ഇങ്ങോട്ട് എഴുതുവാണ്. എ ക്രോസ് എ സമം മോഡുലസ് ഓഫ് എ ഇൻറ്റു സൈൻ എത്ര കിട്ടും? 0. എന്താ സൈൻ 0 എഴുതാൻ കാരണം ഇപ്പോൾ ഇത് എ വെക്ടർ ആണെങ്കിൽ അടുത്ത എ വെക്ടർ എന്ത് തന്നെ ആയിരിക്കും? അതേ വെക്ടർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇടയ്ക്കുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 0 ആണ്. എ വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിൾ സെയിം വെക്ടർ തന്നെയല്ലേ അത്. അപ്പോൾ ആംഗിൾ എന്തായിരിക്കും? 0 ആയിരിക്കും. സൈൻ 0 ആണ്. അപ്പോൾ എ ക്രോസ് എ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് രണ്ട് സെയിം വെക്ടറിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. കാരണം ആംഗിൾ ബിറ്റ്വീൻ ദാറ്റ് ടു വെക്ടർ ഈസ് എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 0 ഡിഗ്രി ആയതുകൊണ്ട് എ ക്രോസ് എ ആണോ, ബി ക്രോസ് ബി ആണോ, സി ക്രോസ് സി ആണോ, ഒരേ വെക്ടറിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എപ്പോഴും എന്താ നമുക്ക് കിട്ടത്തുള്ളൂ? 0 കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ എ ക്രോസ് എ എന്താണ്? 0. അതുപോലെ തന്നെ ബി ക്രോസ് ബി എന്തായിരിക്കും? 0. അപ്പോൾ നമുക്കിനി എന്ത് കിട്ടി? എ ക്രോസ് എന്താണ്? ബി മൈനസ് എന്ത് കിട്ടി? ബി ക്രോസ് എന്ത് കിട്ടി? എ കിട്ടി. തീർന്നില്ല. ബി ക്രോസ് എ കിട്ടി. തീർന്നോ? ഇല്ല. ഇനി നോക്കുക, ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാണിച്ചു തരാം. എന്താണ് എ ക്രോസ് ബി? എ ക്രോസ് ബി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് എന്താണ്? വെക്ടർ ബി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എന്താണ്? എൻ ക്യാപ്പ് ആണ് അല്ലേ. അതായത് വെക്ടർ എ ഇതെന്താണ്? വെക്ടർ ബി. ഇതിൻ്റെ ഡയറക്ഷൻ സൈൻ തീറ്റ എൻ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എയിൽ നിന്നും ബിയിലോട്ട് നിങ്ങൾ കേൾ ഫിംഗറിനെ വെക്കുക. അപ്പോൾ എ ക്രോസ് ബി ഡയറക്ഷൻ എന്ന് പറയുന്നത് താഴോട്ടൊരു വെക്ടറാണ്. ഈ താഴോട്ട് പോകുന്നൊരു വെക്ടർ, അതായത് എയ്ക്കും ബിക്കും മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് ഈ പ്ലെയിൻ്റെ അകത്തോട്ട് പോകുന്ന എന്താണ്? ഒരു വെക്ടറാണ് എ ക്രോസ് ബി ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി ക്രോസ് എ എന്ന് കണ്ടുപിടിച്ചാലോ? ബി ക്രോസ് എ എന്ന് പറയുന്നത് നമുക്കറിയാം മോഡുലസ് ഓഫ് ബി ഇൻറ്റു മോഡുലസ് ഓഫ് എന്താണ്? വെക്ടർ എ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ് അല്ല, അവിടെ വരുന്ന മൈനസ് എന്താണ്? എൻ ക്യാപ്പാണ്. അവിടെ വരുന്ന ശ്രദ്ധിക്കുക, മൈനസ് എൻ ക്യാപ്പ് ആയിരിക്കും. കാരണം എ ക്രോസ് ബി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ബി ക്രോസ് എ എന്തായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്.
ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എൻ ക്യാപ്പ് അകത്തോട്ടാണ് പോകുന്നതെങ്കിൽ, പ്ലെയിൻ അകത്തോട്ടാണ് പോകുന്നതെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എൻ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ പുറത്തോട്ടായിരിക്കും. ബാക്കിയെല്ലാം സെയിം ആണ്, ഇവിടെ ഇതെല്ലാം സെയിം ആണ്. പക്ഷേ ഈ യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ മാത്രം എന്ത് ചെയ്യും, മാറും. അപ്പോൾ എ ക്രോസ് ബിക്ക് യൂണിറ്റ് വെക്ടർ പുറത്തോട്ടാണെങ്കിൽ ബി ക്രോസ് എക്ക് യൂണിറ്റ് വെക്ടർ എങ്ങോട്ടേക്കായിരിക്കും, അകത്തോട്ടായിരിക്കും, അതായത് മൈനസ് എൻ ക്യാപ്പ് ആയിരിക്കും. അവിടെ നിന്ന് നമുക്ക് റിസൾട്ട് പറയാൻ പറ്റും. ഇത്രയുള്ള റിസൾട്ട് എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും, മൈനസ് ഓഫ് എന്തായിരിക്കും, ബി ക്രോസ് എന്തായിരിക്കും, എ ആയിരിക്കും. ഓക്കെ, മൈനസ് ഓഫ് എന്താണ്, ബി ക്രോസ് എ ആണ്. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്നത് മൈനസ് ഓഫ് എന്താണ്, ബി ക്രോസ് എ ആണ്, അല്ലെങ്കിൽ ബി ക്രോസ് എ ഈക്വൽ ടു മൈനസ് ഓഫ് എന്താണ്, എ ക്രോസ് ബി ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ എന്ത് കിട്ടും നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കിക്കേ, ഇവിടെ എ ക്രോസ് ബി അതുപോലെ ഇടുക, എ ക്രോസ് ബി അതുപോലെ ഇടുക, മൈനസ്. ഇനി ബി ക്രോസ് എ എന്താണ്, ബി ക്രോസ് എ എന്ന് പറയുന്നത് മൈനസ് ഓഫ് എന്താണ്, മൈനസ് ഓഫ് എന്താണ്, എ ക്രോസ് എന്താണ്, എ ക്രോസ് ബി തന്നെയാണ്. മൈനസ് മൈനസും പ്ലസ് ആകത്തില്ലേ. അപ്പോൾ എന്ത് കിട്ടി, നമുക്ക് ആൻസർ കിട്ടുന്നത് എ 2 ഇൻറ്റു എന്ത് കിട്ടി, എ ക്രോസ് എന്ത് കിട്ടും നമുക്ക്, ബി എന്ന് കിട്ടും. 2 ഇൻറ്റു എ ക്രോസ് ബി ആണ് ഇവിടുത്തെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് നമുക്ക് വർക്ക് കണ്ടുപിടിക്കണം. ഫോഴ്സ് തന്നിട്ടുണ്ട്, മൈനസ് ഐ ക്യാപ്പ് പ്ലസ് 2 ജെ ക്യാപ്പ് പ്ലസ് 3 കെ ക്യാപ്പ്. ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്, പക്ഷേ കണ്ടുപിടിക്കണം. ഒരു ലോജിക്ക് ഉപയോഗിച്ച് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഫോം കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ പറയുന്നത് ആ ബോഡി പോകുന്നത് എങ്ങോട്ടേക്കാണ്. ഇപ്പം ഞാൻ ഇതിനെ ഇസഡ് ഡയറക്ഷൻ എടുക്കുകയാണ്, ഇസഡ് ഡയറക്ഷനിലോട്ടാണ് ആ ബോഡി പോകുന്നത്. അപ്പോൾ ഇസഡ് ഡയറക്ഷൻ ഞാൻ ഇതിനെ ഒരു എക്സ് എന്നും പിന്നെ വൈ അങ്ങോട്ടേക്കായിരിക്കും. അങ്ങനെ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ വരച്ചിരിക്കുന്നത്, ഞാൻ എളുപ്പത്തിന് വേണ്ടി വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇസഡ് ഡയറക്ഷൻ ഇതായിട്ട് എടുത്തു. ആ ബോഡി പോകുന്ന ഇസഡ് ഡയറക്ഷനിലാണ്. അതായത് ഇസഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇസഡിലൊരു യൂണിറ്റ് വെക്ടർ ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരെന്താണ്, കെ ക്യാപ്പ്. അപ്പോൾ ഇതാണ് യൂണിറ്റ് വെക്ടർ കെ ക്യാപ്പ് എന്ന് പറയുന്നത്. ബോഡി ഇസഡ് ഡയറക്ഷനിലാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇസഡ് ഡയറക്ഷനിൽ 4 മീറ്ററാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് 4 മീറ്റർ. ഇതിപ്പോൾ 1 മീറ്ററാണല്ലേ, എങ്കിൽ 4 മീറ്റർ എന്ന് പറയുമ്പോൾ 2 മീറ്റർ 3 മീറ്റർ 4 മീറ്റർ ഏകദേശം ഇത്രയും വരും. അപ്പം ഇതാണ് 4 മീറ്റർ. അപ്പോൾ അതായത് 1 മീറ്റർ കെ ക്യാപ്പ് ആണെങ്കിൽ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. ഇതാണ് ഇപ്പോൾ ഈ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. ഇത് 1 യൂണിറ്റിന് കെ ക്യാപ്പ് ആണെങ്കിൽ 4 യൂണിറ്റ് എന്തായിരിക്കും, 4 ഇൻറ്റു എന്തായിരിക്കും, കെ ക്യാപ്പ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്ന് പറയുന്നത് 4 എന്താണ്, കെ ക്യാപ്പ് ആണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കിട്ടിയില്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്താണ്, 4 കെ ക്യാപ്പ്. എന്തുകൊണ്ടാണ് കെ ക്യാപ്പ് വന്നത്, പോകുന്നത് ഇസഡ് ഡയറക്ഷനിലാണ്. എന്തുമാത്രം യൂണിറ്റ് നീങ്ങുന്നുണ്ട്, 4 മീറ്റർ നീങ്ങുന്നുണ്ട് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് 4 തന്നിട്ടുണ്ട്, ഡയറക്ഷൻ ഇസഡ് ഡയറക്ഷനിലാണ്. ഇസഡ് ഡയറക്ഷൻ പോകുകയാണെങ്കിൽ കെ ക്യാപ്പ് അല്ലേ, എങ്കിൽ 4 യൂണിറ്റ് അല്ലേ പോകുന്നത്, 4 മീറ്റർ അല്ലേ പോകുന്നത്. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്, 4 കെ ക്യാപ്പ് എന്ന് കിട്ടി. ഇനി വർക്ക് കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്താണ്, ഡോട്ട് പ്രോഡക്റ്റ് അല്ലേ. എന്താണ് വർക്കിൻ്റെ ഇക്വേഷൻ, എഫ് ഡോട്ട് എന്താണ്, ഡി അല്ലേ. ഓക്കെ, എഫ് ഡോട്ട് ഡി എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം. എഫ് കൊണ്ട് ഡി ഉണ്ട് അല്ലേ. നമുക്കറിയാം എക്സ് കമ്പോണൻറ്റ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക. ഓക്കെ, ഇവിടെ എക്സ് -1, ഇവിടെ എക്സ് കമ്പോണൻറ്റ് ഉണ്ടോ, ഇല്ല, എക്സ് കമ്പോണൻറ്റ് ഇല്ല. അപ്പോൾ എന്ത് കിട്ടും, എക്സ് കമ്പോണൻറ്റ് 0 ഐ ക്യാപ്പ് പ്ലസ്. അതുപോലെ തന്നെ വൈ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇതെന്താ, 2 അല്ലേ. പക്ഷേ ഇവിടെ വൈ കമ്പോണൻറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ജെ കമ്പോണൻറ്റ് ഉണ്ടോ, ഇല്ല. അപ്പോൾ അവിടെ എന്താണ്, 0 ജെ ക്യാപ്പ്. ഇനി എന്താണ് ഇവിടെ ഇസഡ് കമ്പോണൻറ്റ് രണ്ടിടത്തും അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 4 എന്ത് കിട്ടി, പ്ലസ് 12 എന്തായിരിക്കും, കെ ക്യാപ്പ്. അപ്പോൾ വർക്ക് നമുക്ക് കിട്ടുന്നത്, സോറി ഒരു മിസ്റ്റേക്ക് ഉണ്ട്, വർക്കല്ലേ. അപ്പോൾ എന്താണ്, x1 x2 പ്ലസ് y1 y2 പ്ലസ് z1 z2 അല്ലേ. അവിടെ എന്ത് വേണ്ട, വെക്ടർ സിമ്പിൾ വേണ്ട. അപ്പോൾ നമുക്ക് 0 + 0 + എന്താ 12. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി, 12 ജൂൾ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. അപ്പോൾ വെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെപ്തിൽ പഠിച്ചിട്ട് പോവുക. ഇനി എന്തെങ്കിലും പുതിയ കാര്യങ്ങളോ അല്ലെങ്കിൽ വെക്ടറിൻ്റെ എന്തെങ്കിലും ടോപ്പിക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണമെങ്കിൽ മിക്ക എക്സാമിനും വെക്ടറിൽ നിന്ന് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ മോഷൻ ലോങ് പ്ലെയിൻ ആകാം, അല്ലെങ്കിൽ എന്താകാം, ലോസ് ഓഫ് മോഷൻ ആകാം, അല്ലെങ്കിൽ എന്താകാം, ലോസ് ഓഫ് മോഷൻ അല്ല, സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിൽ നിന്നാകാം, അല്ലെങ്കിൽ വർക്ക് എനർജി ആൻഡ് പവറിൽ നിന്നാകാം. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ വെക്ടറിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം. ബൈ.